സ്വർണ്ണക്കടത്തും കൊലപാതകവും ഉൾപ്പെടെ ഗുരുതര ആരോപണം ഉയർന്നിട്ടും ക്രമസമാധാന ചുമതലയുള്ള DGP അജിത് കുമാറിനെ തൊടാൻ പോലും കഴിയാതെ സർക്കാർ. തെറ്റ് ചെയ്തവർ തിക്തഫലം അനുഭവിക്കേണ്ടി വരും എന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിന് മണിക്കൂറുകളുടെ ആയുസ് പോലും ഉണ്ടായില്ല. അച്ചടക്കം വളരെ പ്രധാനമാണ്. അച്ചടക്കത്തിന് നിരക്കാത്ത ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ അത് ഒരു ഘട്ടത്തിലും വെച്ച് പൊറുപ്പിക്കാറില്ല. അതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രത്യേകമായി ഉണ്ടാവുകയും ചെയ്യും. ഏതെങ്കിലും അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തി കണ്ട് എനക്കും ഇങ്ങനെ ആയിക്കളയാം എന്ന് ആരും ധരിച്ചേക്കരുത്. അതിൻ്റെ ഫലം തിക്തമായിരിക്കും എന്നുകൂടി ഓർമ്മ വേണം. കൂടുതൽ വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നു. അമൽ, ഗുഡ് മോർണിംഗ്. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു കൃത്യമായ നടപടി ഉണ്ടാകും. കാരണം വളരെ പരസ്യമായി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് തിക്തഫലം ഉണ്ടാവും എന്ന്. അങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെ പ്രയോഗിച്ച ശേഷം സ്ഥലം മാറ്റം മാത്രം കൊടുത്ത് അങ്ങനെ മാറ്റിയിരുത്തുക മാത്രമാണ് ചെയ്തത്. തൽസ്ഥാനത്ത് നിന്ന് മാറ്റുകയോ ഒരു സസ്പെൻഷൻ പോലെ എന്തെങ്കിലും ഒരു നടപടിയോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മോത്തിയോട് ആരാണ് തിക്തഫലം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത്? തിക്തഫലം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അത് ഈ ADGP അജിത് കുമാറിനോ അല്ലെങ്കിൽ സുജിത്തിനോ ഒന്നുമല്ല. അത് തിക്തഫലം ഉണ്ടാകാൻ പോകുന്നത് ഒരുപക്ഷെ ഈ വെളിപ്പെടുത്തലുകളെല്ലാം നടത്തിയ നമ്മുടെ PV അൻവറിനൊക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം അതിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്നുള്ളതാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ ഒരു രൂപീകരണ സംവിധാനം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റ് ഒന്നും സംഭവിക്കാനുള്ള സാധ്യത കാണുന്നില്ല. കൊലയാളി, അധോലോക നായകൻ, അതോടൊപ്പം തന്നെ ദാവൂദ് ഇബ്രാഹിമിനെ മാതൃകയാക്കിയാൽ, ഇങ്ങനെയൊക്കെയുള്ള വിശേഷണമുള്ളത് എനിക്കോ മോത്തിക്കോ അല്ലെങ്കിൽ PV അൻവറിനോ ഒന്നുമല്ല. PV അൻവറിൻ്റെ വിശേഷണം എല്ലാം ADGP MR അജിത് കുമാറിനാണ്. അങ്ങനെ ഒരാളെ വെച്ച് എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. MR അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നില്ല. എൻ്റെ സ്ഥാപനത്തിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എൻ്റെ എക്സിക്യൂട്ടീവ് രാജീവേട്ടനോ അല്ലെങ്കിൽ എബിച്ചേട്ടനോ ഹരിയേട്ടനോ ഒക്കെ എതിരെ ഒരു വിഷയം വരുമ്പോൾ ഞാൻ അന്വേഷിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അതുപോലത്തെ ഒരു അന്വേഷണമാണ്. ഏറ്റവും താഴേക്കിടയിൽ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട്, താഴേക്കിടയിൽ എന്ന് പറയുന്നില്ല, അവരുടെ പദവിയൊക്കെ വലുതാണ്, പക്ഷേ ആ പദവിക്കൊക്കെ എത്രയോ അപ്പുറത്താണ് ADGP, ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ അന്വേഷണം നടത്താൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. DGP ഉണ്ട് അതിന് മുകളിൽ, പക്ഷേ അതിന് മറ്റു ഉദ്യോഗസ്ഥർ മുഴുവൻ ആ റാങ്കിനും താഴെയുള്ള ഉദ്യോഗസ്ഥരാണ്. ADGPക്കും താഴെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ഇനിയിപ്പോൾ DGP അതിൽ ഈ ADGPക്ക് മുകളിലുള്ള ആ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന ഒരാളുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ അതിനൊരു മറുവാദമായി പറയുന്നത് എങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ PV അൻവർ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് ADGP MR അജിത് കുമാർ എന്ന് പറയുന്നത് DGPക്ക് മുകളിൽ സൂപ്പർ DGP ചമയുന്ന ഒരാളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഇന്നലെ ഒരു മുഖ്യമന്ത്രിയുടെ നമ്മൾ അല്പം മുമ്പ് കേട്ട കുറച്ച് പഞ്ച് ഡയലോഗുകളുണ്ട്. ആ പഞ്ച് ഡയലോഗുകൾ കേട്ടപ്പോൾ നമുക്ക് പോലും അത് സ്റ്റാറ്റസ് തരാനൊക്കെ തോന്നി. കാരണം കേരളത്തിലെ പോലീസ് സേനയെ നവീകരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി മുന്നിട്ടിറങ്ങുന്നു എന്നൊരു തോന്നലൊക്കെ ഉണ്ടാക്കിച്ചിരുന്നു. ഉള്ള പുഴുക്കുത്തുകളെല്ലാം പുറത്താക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ഒരു പുഴുക്കുത്തുകളെയും പുറത്താക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഇത്ര വലിയ ആരോപണം നേരിട്ട ഒരു ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്താൻ നിയോഗിച്ചൊരു സംഘം. നമ്മൾ ഇന്നലെ വൈകുന്നേരം പ്രതീക്ഷിച്ചത് ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം ഉണ്ടാകും. രണ്ട് പേരുകൾ നമ്മൾ പ്രധാനമായും പറഞ്ഞു വെച്ചിരുന്നു. ADGPമാർ പലരും, മറ്റ് പല ആളുകളുമുണ്ട്. മനോജ് എബ്രഹാം ഉണ്ട്, അതോടൊപ്പം തന്നെ S ശ്രീജിത്ത് ഉണ്ട്, അതോടൊപ്പം തന്നെ വെങ്കടേഷ് ഉണ്ട്. അങ്ങനെ നിരവധി പേരുകൾ ഇങ്ങനെ പരിഗണിക്കപ്പെട്ടിരുന്നു പകരമായി. പക്ഷേ ആ പേരുകളൊന്നും പരിഗണിക്കാതെ, ആ പേരുകളൊന്നും ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്തേക്ക് പരിഗണിക്കാതെ MR അജിത് കുമാർ അല്ലാതെ മറ്റാർക്കും ഇത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നിലപാട്. ഇന്നലെ പൊതുവേദിയിൽ സംസാരിച്ച് മുഖ്യമന്ത്രി ഇറങ്ങി പോകുമ്പോഴുള്ള ശരീരഭാഷ നമ്മൾ കണ്ടതാണ്. ADGP MR അജിത് കുമാറിനെ നോക്കാതെ പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചു. എന്തിനായിരുന്നു ഈ നാടകം? ശരിക്കും ഇത് ആരാണ് നാടകം കളിക്കുന്നത്? പൊതുജനത്തെ വീണ്ടും കഴുതയാക്കി മാറ്റുകയാണ് ഇവരെല്ലാം കൂടി ചേർന്ന്. മോദി, നമ്മൾ പൊതുസമൂഹത്തിൻ്റെ കാര്യം വിട്ടേക്കും. മുഖ്യമന്ത്രി ഇന്നലെ ആ വിഷയം പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പുഴുക്കുത്തുകൾക്കെതിരെ നടപടിയുണ്ടാകും വാക്കുകൾ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അച്ചടക്കത്തിന് നിരക്കാത്ത ഏതെങ്കിലും പ്രവൃത്തി കണ്ട് എനിക്കും ഇങ്ങനെ ആയിക്കളയാമെന്ന് ആരും ധരിച്ചേക്കരുത്, അതിൻ്റെ ഫലം തിക്തമായിരിക്കുമെന്ന് ഓർമ്മ വേണം. ഇങ്ങനെ പറഞ്ഞാണ് ആ മുഖ്യമന്ത്രിയുടെ പ്രസംഗം അവസാനിക്കുന്നത്. ആ പ്രസംഗം അവസാനിക്കുമ്പോൾ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ശക്തമായ നടപടിയുണ്ടാകും, അന്വേഷണം ഉണ്ടാകും എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്നത്
പറയുന്നത് ഇന്നലത്തെ സമ്മേളനം എന്ന് പറയുന്നത് കേരളത്തിലെ പോലീസുകാരുടെ ഏറ്റവും വലിയ സംഘടന എന്നുള്ള നിലയ്ക്ക് പോലീസ് അസോസിയേഷൻ സമ്മേളനം നടക്കുകയാണ്. CPO റാങ്ക് മുതൽ ഉള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും ഉള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയിലെ സാധാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ക്രമസമാധാന ചുമതലയുള്ള ADGPയോടുള്ള ഒരു നിലപാട് എന്ത്, അല്ലെങ്കിൽ ഒരു സമീപനം എന്ത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ ആ കയ്യടി. മുഖ്യമന്ത്രി നടപടി എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ വലിയ ഹർഷാരവത്തോടെയാണ് ആ വേദി ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ സ്വീകരിച്ചത്. അങ്ങനെയുള്ള ഒരു ADGPയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ സേനയിൽ തന്നെ എത്രത്തോളം അതൃപ്തി ADGPയോടുണ്ട്, ADGPയുടെ നടപടിക്രമങ്ങളിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല സമീപകാലങ്ങളിലൊന്നും ക്രമസമാധാന ചുമതലയുള്ളൊരു ADGP ഇത്തരത്തിലൊരു ആരോപണം നേരിട്ട ചരിത്രമേ ഇല്ല. ഈ സംസ്ഥാനത്തിൻ്റെ എൻ്റെയും മോത്തിയുടെയും അടക്കം അവിടെ ഇരിക്കുന്ന ഇന്നലെ മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ തൊട്ട് താഴെ ഇരുന്ന പോലീസുകാരുടെ അടക്കം ജീവനും സ്വത്തിനുമൊക്കെ സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു ADGP കൊലയാളിയാണെന്നും അതോടൊപ്പം തന്നെ അധോലോക നായകനാണെന്നും സ്വർണ്ണക്കടത്ത് സംഘത്തിൻ്റെ തലവനാണെന്നുമൊക്കെ ഒരു MLA അത് പറയുന്നത് ഏതെങ്കിലും പ്രതിപക്ഷത്തെ MLA അല്ലെങ്കിൽ ഭരണപക്ഷത്തെ MLA പറയുമ്പോൾ അതിനുള്ള കൃത്യമായി തന്നെയുള്ള അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു ഓഡിയോ സന്ദേശം, അതും എൻ്റെയോ മോത്തിയുടെയോ സാധാരണക്കാരുടെ ആരുടെയെങ്കിലും ഓഡിയോ സന്ദേശമല്ല, ഒരു SP-യുടേതടക്കമുള്ള ഓഡിയോ സന്ദേശവും പുറത്തുവിടുമ്പോൾ എന്തുകൊണ്ട് നടപടിയെടുക്കാൻ മടിക്കുന്നു എന്ന ചോദ്യത്തിന് പൊതുസമൂഹത്തിന് മുന്നിൽ എന്തായാലും സർക്കാർ മറുപടി പറയേണ്ടി വരും. ഇനിയിപ്പോൾ ADGP MR രാജ്കുമാറെന്നോ P ശശിയെന്നോ ഒന്നും പറഞ്ഞ് ഒഴിയാൻ കഴിയില്ല. കാരണം ഈ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് P ശശിയോ അല്ലെങ്കിൽ MR രാജ്കുമാറോ ഒന്നുമല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി DGPയുമായി കൂടിക്കാഴ്ച നടത്തി വലിയ നീണ്ട ചർച്ച, വളരെയധികം സമയം നീണ്ട ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. DGPക്ക് പോലും പരാതിയുണ്ട്, തൻ്റെ മുകളിൽ സൂപ്പർ DGP ചമയുകയാണ് MR രാജ്കുമാർ എന്ന്. അപ്പോൾ പിന്നെ ഈ DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം എവിടെ പോയി അവസാനിക്കുമെന്നുള്ള കാര്യമൊക്കെ കണ്ടറിയണം. നിലവിൽ എന്തായാലും PV അൻവർ MLA മുഖ്യമന്ത്രിയെ കാണാനൊരു തീരുമാനം, ഇന്ന് മുഖ്യമന്ത്രിയെ കാണും എന്നൊരു തീരുമാനം പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അത് ഉണ്ടാകുമോ എന്നാണ് അറിയുന്നത്. PV അൻവറിനാണ് പണി കിട്ടുക എങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു മണ്ടത്തരം PV അൻവർ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും നാളായി വിവിധ ആരോപണങ്ങളിലൂടെ കടന്നു വന്ന് അതിനെയൊക്കെ പ്രതിരോധിച്ചു വന്ന ഒരാളാണ്. പക്ഷേ ഈ PV അൻവറിനെതിരെ ചെറുവിരലനക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല, അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ ധൈര്യപൂർവ്വം വന്ന് ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാണാതിരിക്കില്ല എന്നാണ് പൊതുവിൽ ചർച്ച. PV അൻവർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഇത് തുടക്കം മാത്രമാണ്, മഞ്ഞുമലയുടെ അറ്റമാണ് എന്നുള്ളതാണ് ആ സൂചന. തൻ്റെ കയ്യിൽ ഇനിയും തെളിവുകളുണ്ട്. ADGPയുടെ ഭാര്യയും മറ്റൊരാളുമായി സംസാരിക്കുന്ന ഒരു ഓഡിയോ ഉണ്ട് എന്ന് പറയുന്നു. സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന സംഘം സംസാരിക്കുന്നതിൻ്റെ ചില തെളിവുകൾ, ADGPക്കെതിരെ സംസാരിക്കുന്നതിൻ്റെ ചില തെളിവുകളുണ്ട് എന്നൊക്കെ ഈ പറയുന്ന വാർത്താ സമ്മേളനത്തിൽ അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് ഒരുപക്ഷെ ADGP MR രാജ്കുമാറിൻ്റെ നടപടികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പൂർണ്ണ തൃപ്തി ഉള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ MR രാജ്കുമാർ കുറ്റക്കാരനല്ല എന്ന നല്ല ബോധ്യം പിണറായി വിജയന് വന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു നടപടി ഉണ്ടായത്. ഇനിയിപ്പോൾ PV അൻവറിൻ്റെ പ്രസ്താവനകളും അതോടൊപ്പം തന്നെ PV അൻവറിൻ്റെ വെളിപ്പെടുത്തലുകളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് ഒരു അന്വേഷണവും കൂടാതെ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട്, അല്ലെങ്കിൽ ഇന്നലെ രാവിലത്തെ പ്രഖ്യാപനത്തിന് ശേഷം പിന്നീട് അങ്ങോട്ടുള്ള സമയം കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും മനസ്സിലായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മാറ്റി നിർത്തേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്താണ് എന്ന് പൊതുസമൂഹത്തിന് എന്തായാലും മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോൾ അത് എങ്ങനെ സർക്കാർ വിശദീകരിക്കും എന്നുള്ള കാര്യം കൂടിയാണ് കണ്ടറിയേണ്ടത്. ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകൾ കേരളം കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. എന്തായാലും സംസ്ഥാന പോലീസിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ, മുഖ്യമന്ത്രി ഒഴികെ മറ്റുള്ളവരുടെ അവസ്ഥ വേറെയാണ്. മുഖ്യമന്ത്രി എന്തായാലും ഈ വിഷയത്തിൽ ഞെട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഈ വെളിപ്പെടുത്തലുകളിൽ. മറ്റൊരു കാര്യം, P ശശിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതും അങ്ങനെ വെള്ളത്തിൽ വരച്ച വര പോലെ മുന്നോട്ട് നീങ്ങുന്നു. ആർക്കെതിരെയും നടപടി എടുക്കാതെ ഈ മുന്നോട്ടുള്ള പോക്ക് ഇതെന്തിൻ്റെ ഭയമാണ്? അതാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. എന്തുകൊണ്ട് ഭയക്കുന്നു? ആരെയാണ് പേടി? മോത്തി, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പ്രതികരിച്ചത്. അതിപ്പോൾ ബിനോയ് വിശ്വം ആണെങ്കിലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും LDF കൺവീനർ ആണെങ്കിലും ഒക്കെ പറഞ്ഞത് ഗൗരവമുള്ള ആരോപണമാണ്, പരിശോധിക്കും എന്ന് പറയുന്നു. പക്ഷേ പരിശോധിക്കാൻ വേണ്ടി MV ഗോവിന്ദനെതിരെയുള്ള ആരോപണം പരിശോധിക്കാൻ വേണ്ടി AK ബാലനെയോ MA ബേബിയോ വെക്കുന്നത് പോലത്തെ ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്തത് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്കെതിരെയുള്ള ആരോപണം പരിശോധിക്കാൻ വേണ്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയോ നിയോഗിക്കുന്നതിന് സമാനമായി തന്നെയുള്ളൊരു നടപടി ഇപ്പോഴും ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ തലപ്പത്ത് മറ്റൊരാളുണ്ട്, DGP ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അന്വേഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചത് ഈ ക്രമസമാധാന ചുമതലയുള്ള ADGPയെ മാറ്റി നിർത്തി മറ്റൊരു സംഘത്തിൻ്റെ അന്വേഷണം വരും, അല്ലെങ്കിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ അന്വേഷണം വരും. നേരത്തെയൊക്കെ P വിജയനെതിരെ ഒരു അന്വേഷണം വന്ന സമയത്ത് ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് അന്വേഷണം നടത്തിയത്. മുതിർന്ന ഉദ്യോഗസ്ഥരായിരുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമൊക്കെ നടന്നു. ഇതെന്തായാലും ഇപ്പോൾ
എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വൈകുന്നേരത്തെ പ്രസ്താവനയ്ക്ക് ശേഷം ഈ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെയുള്ള പ്രസ്താവനയാണ് വന്നിരിക്കുന്നതെങ്കിലും ക്രമവും സമാധാനവും ഒക്കെ തകർന്നു നിൽക്കുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ആ സമാധാനം തകർന്നു നിൽക്കുന്നത് പാർട്ടിയിലും അതോടൊപ്പം തന്നെ പോലീസ് സേനയിലുമാണ്. മാത്രമല്ല പൊതുസമൂഹം ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയാണ്. എന്ത് നടപടിയാണിത്? ഇത് ഒരു വിചിത്രമായ നടപടി എന്നുള്ള നിലയിലാണ് പൊതുസമൂഹം ഇതിനെ നോക്കിക്കാണുന്നത്. ഇനി ഏത് തരത്തിൽ ഇത് വിശദീകരിക്കും പൊതുസമൂഹത്തോട് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. കാരണം ഇതിനു മുൻപ് ഇതുപോലെ പല സന്ദർഭങ്ങളിലും എന്ത് വിശദീകരണം നൽകുമായിരിക്കുമെന്ന് നമ്മളൊക്കെ ഈ ധാർമ്മികതയോടെ കാത്തിരിക്കുന്ന സമയത്ത് യാതൊരു ധാർമ്മികതയും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത തരത്തിൽ ന്യായീകരിക്കാൻ പാർട്ടി സംവിധാനത്തിന് കഴിയും, സർക്കാരിന് കഴിയും. അത് മറ്റൊരു കാര്യം. എനിക്ക് തോന്നുന്നു ഈ സ്വർണ്ണക്കടത്ത് വിഷയം ആദ്യം ഈ മുഖ്യമന്ത്രി ഈ മന്ത്രിസഭയെ പിടിച്ചു കുലുക്കിയ സമയത്ത് വളരെ ശക്തരായി നിന്ന് അതിന് പിന്തുണ കൊടുത്ത രണ്ടുപേരാണ്. ഒന്ന് ഇപ്പോൾ ഈ ADGP ആരോപണ വിധേയനായ MR അജിത് കുമാറും P ശശിയും, പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയും. ഈ ഇരുവർക്കുമെതിരെ സ്വർണ്ണക്കടത്തിന്റെ കാര്യം തന്നെ പറഞ്ഞ് ഇപ്പോൾ ഒരു ബോംബ് PV അൻവർ ഇടുകയാണ്. ഇതിൽ എന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ട്, ആരെയോ ബാധിക്കുന്ന ഒന്ന്. അതാരെ ഏത് രീതിയിൽ എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങൽ സംവിധാനമോ അല്ലെങ്കിൽ ഒരു പാലമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കാണോ ഇതൊക്കെ എന്ന തരത്തിലും ചർച്ചകൾ വരികയാണ്. മോദി PV അൻവർ ആണോ, MR അജിത് കുമാറാണോ, P ശശിയാണോ? MR അജിത് കുമാറും P ശശിയും ഒരു സൈഡിൽ നിർത്താം. ഇവർ രണ്ടുപേരുമാണോ, അതോ PV അൻവർ എന്ന് പറയുന്ന സ്വന്തം ഭരണപക്ഷ നിരയിലിരിക്കുന്ന, മുഖ്യമന്ത്രി ഇരിക്കുന്നതിന് തൊട്ട് പിന്നിലൊക്കെയായി ആ ഒരു നിരയിലിരിക്കുന്ന MLA ആയ PV അൻവറാണോ മുഖ്യമന്ത്രിക്ക് വലുത് അല്ലെങ്കിൽ പാർട്ടിക്ക് വലുത് എന്നുള്ള ചോദ്യമാണ് വരുന്നത്. ഇത് മറ്റെന്തെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും എന്ന് ഉന്നയിച്ച, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വന്ന് സരിത്തോ പോലെയുള്ള ആളുകളൊന്നും ഉന്നയിച്ച ആരോപണമല്ല. ഇത് ആരെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഉന്നയിച്ച ആരോപണമല്ല. പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷത്തെ MLA മാരോ ആരെങ്കിലും ഒന്ന് ഉന്നയിച്ച ആരോപണമല്ല. സ്വന്തം ഭരണപക്ഷ നിരയിലിരിക്കുന്ന ഒരു MLA ഉന്നയിച്ച ആരോപണമാണ്. സ്വാഭാവികമായും PV അൻവറിന് ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയത് ഒരുപക്ഷെ പ്രതിപക്ഷത്ത് നിന്ന് പോലും ആയിരിക്കും. കാരണം പ്രതിപക്ഷം പോലും പിന്തുണയ്ക്കുന്ന ഒരു ആരോപണം, അത് ഭരണപക്ഷത്തിനെതിരെയുള്ള ആരോപണം എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, MLA പുറത്തുവിട്ട PV അൻവർ പുറത്തുവിട്ട PV അൻവറും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അത്ര നല്ല ബന്ധമൊന്നുമല്ല. നിരന്തരമായി മാധ്യമങ്ങളെ വിമർശിക്കുന്ന, മാധ്യമങ്ങളെ ഒരുപക്ഷെ അതിര് കടന്ന് വിമർശിക്കുന്ന, കാരണമില്ലാതെ വിമർശിക്കുന്ന ആളുകളിൽ ഒരാളാണ് PV അൻവർ MLA എന്ന് പറയുന്ന ഒരാൾ. ആ PV അൻവർ പറഞ്ഞതിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ആ PV അൻവറിന് പുറത്തുവിട്ട ഓഡിയോയും അതോടൊപ്പം തന്നെ PV അൻവറിന് വെളിപ്പെടുത്തലുകളും എല്ലാം മാധ്യമങ്ങൾ കൃത്യമായി വാർത്ത നൽകിയത്. കാരണം അതിൽ നമുക്ക് സംശയിക്കാൻ ഇട നൽകാത്ത വിധത്തിലുള്ള തെളിവുകൾ പുറത്തേക്ക് വെച്ചുകൊണ്ടാണ് PV അൻവർ ആ വാർത്താ സമ്മേളനം നടത്തുന്നത്. മാത്രമല്ലെന്നേ, ഇത് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഏതെങ്കിലും ഒരു പോലീസ് സേനയിലെ CPO റാങ്കിലോ അല്ലെങ്കിൽ SI റാങ്കിലോ CE റാങ്കിലോ ഉള്ള ഉദ്യോഗസ്ഥനൊന്നും പറയുന്ന വെളിപ്പെടുത്തലുകളായിരുന്നില്ല ആ ഓഡിയോ സന്ദേശമായി പുറത്തു വന്നത്. ഒരു SP നടത്തിയ വെളിപ്പെടുത്തലാണ് പുറത്തേക്ക് വന്നത്.